ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുമണിക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവളുടെ കറക്റ്റ് അളവിനുള്ള ഒരു ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അളവെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവളെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിടത്തുന്നു, അവൾ എഴുന്നേറ്റ് പോകുന്നു, ഞാൻ കിടത്തുന്നു, എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ അവസാനം അമ്മയൊക്കെ കൂടിയിട്ട് ഒരു പേപ്പർ കട്ടിങ് ആദ്യം ചെയ്തെടുത്തതിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് അളവ് ക്ലോത്ത് കട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു ഏകദേശം അളവിലൊരു പേപ്പറൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഉടുപ്പ്, ഒരു കുഞ്ഞു ഫ്രോക്ക് എങ്ങനെയാണ് ചെയ്തതല്ലേ കാണിച്ചത്. ഇന്ന് ഞാനൊരു പാവാടയും അതുപോലെ തന്നെ പട്ട് പാവാടയും ബ്ലൗസ് എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊരു ചെറിയ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അളവെടുത്തിട്ടുള്ള പേപ്പർ ഇതാണ്. ഇതുപോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെറിയൊരു രീതിയിലൊരു ഒരു ഡിസൈൻ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം അവളുടെ അളവ് തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം കുറേയൊക്കെ സ്റ്റിച്ചസ് കുറഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റിച്ചൊക്കെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വരുമ്പോൾ കുഞ്ഞു മക്കൾക്ക് അത് കുറേ ഇറിറ്റേറ്റഡ് ആണ്. അപ്പം മാക്സിമം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ നമ്മളൊരു പാറ്റേൺ ശരിക്കും ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മടക്കിയ രീതി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഉള്ളിൽ ആ ഒരു ബോഡി പോർഷനിൽ കൂടുതലൊന്നും സ്റ്റിച്ച് വരാത്ത രീതിയിലുള്ളൊരു സ്റ്റിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഞാൻ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഒന്ന് നെക്കാണ്, ഒന്ന് നമ്മുടെ തോൾക്കുഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാണ് ക്ലോത്ത്. ഈ ഒരു ക്ലോത്തും എനിക്ക് എക്സ്ട്രാ ക്ലോത്ത് വന്ന സമയത്ത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേച്ചി കട്ട് പീസ് ഒന്ന് കൊണ്ടു തന്നിട്ടുണ്ടായതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നേരത്തെ നമ്മൾ എങ്ങനെയാണോ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കിയിട്ടുണ്ടായത്, അതുപോലെ തന്നെ ആ ഒരു ക്ലോത്ത് നമ്മൾ മടക്കി നല്ല നീറ്റാക്കി എടുത്തു. നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അഡീഷണൽ നമ്മൾ സീം അലവൻസ്, അതായത് നമ്മൾ മടക്കി തയ്ക്കാൻ വെക്കുന്ന ആ ഒരു പോർഷനും കൂടി നിർത്തിയിട്ട് വേണം ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പോർഷൻ എന്തായാലും ക്ലോത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ നെക്കും അതുപോലെ തന്നെ തോൾ കുഴിയും കൂടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേപ്പറിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. കാരണം പേപ്പർ നല്ല കറക്റ്റ് അളവിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഈ സിക്സ് ആക്ക് ആയിട്ട് ഇങ്ങനെ ഷൂ ലേസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ലേ, ചെറിയൊരു ത്രെഡ് പോലെ കൊടുത്തിട്ട്. അങ്ങനൊരു പാറ്റേണിലാണ് ചെയ്യണം ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ഞാൻ കൊടുക്കുന്നത് തന്നെ കേട്ടോ. പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിൽ ഞാൻ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ കുഞ്ഞുമക്കൾക്കൊക്കെ എന്തായാലും നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി അടിപൊളിയായിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു ക്ലോത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നെക്കും തോൾക്കുഴിയും ഇതുപോലെ ഒന്ന് മടക്കി കുഞ്ഞതായിട്ട് മടക്കി തയ്ച്ചു കൊടുത്തു. നൂലൊന്ന് പുറത്ത് വരാത്ത രീതിയിൽ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ തോൾക്കുഴിയും ആ ഒരു ജോയിൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ഓപ്പണിംഗ് ആയിട്ട് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് മടക്കി തയ്ച്ചിട്ടൊന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പരിപാടി ടോപ്പിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിന് ഞാൻ മാച്ചാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമൽ കസവ് ഉണ്ടല്ലോ, കസവ് നമ്മൾ ചന്ദന കളറ് കസവ് മുണ്ടിൻ്റെ ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് പാവാട ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു മുണ്ടിൻ്റെ പീസോ ഒന്നുമല്ല, നമ്മളിങ്ങനെ പൊന്നാട അണിയിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന പീസ് ഉണ്ടല്ലോ, അതെൻ്റെ അമ്മമ്മക്ക് തറവാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ ആ ഒരു പീസ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഭാഗം ചെയ്തത് കേട്ടോ. ഒത്തിരി കുഞ്ഞുമക്കൾക്കൊക്കെ ആകുമ്പോൾ ഒത്തിരി മുണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ അതുപോലെ തന്നെ പൊന്നാടയോ ഷോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാ ഭാഗവും താഴത്തെ ഭാഗമൊക്കെ നമ്മളൊന്ന് മടക്കി തയ്ച്ചിട്ടൊന്ന് നീറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഷോൾഡർ ഭാഗം കൂടി ജോയിൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഓൾമോസ്റ്റ് ടോപ്പ് സെറ്റായി. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബട്ടൺസ് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ആണ്. കാരണം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഇതുപോലത്തെ പാറ്റേണൊക്കെ അവൈലബിൾ ആണ്. ഒത്തിരി ബുട്ടീക്കാർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് ചെയ്യേണ്ട വർക്കൊക്കെയാണ്.
എന്നാൽ നമുക്ക് തന്നെ സ്വന്തമായി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ നൂലൊക്കെ എക്സ്ട്രാ വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാക്ക് പോർഷൻ, ഞാനിത് ഒരു ഓപ്പണിംഗ് ആയിട്ട് വരുന്ന ഭാഗം ബാക്ക് പോർഷനിലായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ചെറിയൊരു ഡിസൈൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾ സ്റ്റിച്ച് എവിടെയൊക്കെയാണ് പോരായ്മ ഉള്ളത് എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല കുഞ്ഞു ടോപ്പ്. ഞാൻ വിചാരിച്ചതിൽ അടിപൊളിയായിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഉദ്ദേശിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പേപ്പർ കട്ടിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉള്ളിൽ സ്റ്റിച്ച് വരരുത്. കാരണം ഞാനിവിടെ ലൈനിങ് വെക്കാണ്ടാണ് ഈ ഒരു ഡ്രസ്സ് അടിക്കുന്നത്. അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ കുത്തുന്നൊരു ബുദ്ധിമുട്ട് വന്നാൽ അവരിടൂല. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ മാക്സിമം സ്റ്റിച്ചൊക്കെ ഉള്ളിൽ കുറയുന്ന രീതിയിലുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈപ്പ് കട്ടിങ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു ബോഡി പോർഷനിലൊന്നും ഒരു സ്റ്റിച്ചിങ്ങും വരുന്നില്ല. ആകെ നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്തെടുത്ത് മാത്രമാണ് കുറച്ച് ക്ലോത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള സ്റ്റിച്ച് വന്നിട്ടുള്ളത്. അത് ഞാനിവിടെ കുറച്ചൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുത്താൽ അതും അവിടെ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അതും അവിടെ ഇങ്ങനെ നിന്നോളും. പിന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും പോയി കിട്ടും. പിന്നെ ആകെ ഞാനിവിടെ ചെയ്തത് ആ ഒരു കട്ട് ചെയ്ത പാറ്റേൺ കറക്റ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഒന്ന് മടക്കി എല്ലാം ഒന്ന് ആ ഒരു തുണി കട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കാണാത്ത രീതിയിൽ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ തയ്ക്കുന്ന സമയത്ത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. ജസ്റ്റ് ആ ഒരു മടക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പോർഷനും ചെറിയൊരു 1/2 ഇഞ്ച് കനത്തിൽ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ അമർത്തി ഒന്ന് അടിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സ് റെഡിയായി കിട്ടി. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ എന്താ ഇതുപോലെ നമ്മളൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തു. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കി തയ്ച്ചു കൊടുത്തു. ഇനി ഇത് ഞാൻ ബട്ടൺ അല്ല കൊടുക്കുന്നത്, പകരം നമ്മൾ ഷൂവിൻ്റെ ലേസ് കിട്ടുമല്ലോ, ആ ഒരു രീതിയിലുള്ള ഒരു കുഞ്ഞ് ഒരു ഇതുപോലെ കൊടുത്തിട്ട് ചെറിയൊരു ത്രെഡ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും ഇതേ മെറ്റീരിയൽ വെച്ചിട്ട്. എന്നിട്ട് ജസ്റ്റ് 6 ആയിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടൊക്കെ വരുന്ന രീതിയിൽ ആ ഒരു ഷൂ ലേസൊക്കെ കെട്ടുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പം നല്ല ഒരു അടിപൊളി ടോപ്പനായിട്ട് കിട്ടും. ഇതൊന്ന് അയൺ ചെയ്യണം, എന്നാൽ മാത്രമേ നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുള്ളൂ. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളി ലുക്കിൽ എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയും കൂടെ കാണാം. അപ്പോൾ ചുമ്മാ കളഞ്ഞിട്ടുണ്ടായ ക്ലോത്ത് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ തന്നെ കുഞ്ഞുമണി കിട്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ ഇതുപോലെ നമ്മളിനി കുഞ്ഞു പീസ്, ഇനിയിപ്പോൾ ബാക്കി അത്രയും ക്ലോത്ത് ഉള്ളൂ. ആ ഒരു ക്ലോത്തിൽ വേണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ത്രെഡ് ബാൻഡ്സ് പോലെ നമ്മൾ ആക്കിയെടുക്കണം. ഇതുപോലെ നമ്മളൊന്ന് നല്ല നീറ്റായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല നീറ്റായിട്ടുള്ള കുഞ്ഞു ബാൻഡ്സ് പോലെ നമുക്ക് കിട്ടും. അതുപോലെ നമ്മളൊന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കുഞ്ഞു പീസ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതും ഒന്നും കൂടി കട്ട് ചെയ്ത് കുഞ്ഞു പീസാക്കി എടുക്കാം. അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഐറ്റം ഇതുപോലെ നമ്മൾ സേഫ്റ്റി പിൻ വെച്ചിട്ട് നല്ല വശം ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുന്ന രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത രണ്ടും അതുപോലെ ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു 4 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഓരോ പീസ് ഓരോ നല്ല രീതിയിൽ കറക്റ്റ് ഗ്യാപ്പിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുഞ്ഞു ഹുക്ക് പോലെ ഒന്ന് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു പാറ്റേൺ കേട്ടോ. അങ്ങനെ അത് 2 വശത്തും ചെയ്ത് കൊടുത്തു. രണ്ടും ഒരേപോലെ വരുന്ന രീതിയിലാട്ടോ ചെയ്ത് കൊടുത്തത്. അതിന് ശേഷം ബാക്കിയുള്ള നൂല് ഇതുപോലൊരു ചെറിയ ത്രെഡ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ. അയൺ ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ടോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ടോപ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. കുഞ്ഞുമണിക്കും നല്ല മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഇനി നമുക്ക് ആ ഒരു പൊന്നാടയിൽ പാവാടയൊക്കെ എങ്ങനെ ഞാൻ കട്ട് ചെയ്തെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചുളുങ്ങി മടങ്ങി നിൽക്കുന്നുണ്ടായതായിരുന്നു. ഞാൻ നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ മുകളിലത്തെ കസവ് കട്ട് ചെയ്തിട്ട് അത് താഴത്തേതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തു. നല്ല രീതിയിലൊരു കുറച്ചും കൂടി വലിയ വൈഡായിട്ടുള്ളൊരു കസവ് കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതും കൂടി ആയപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടി. പിന്നെ പാവാട തയ്ക്കുന്നത് സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തത് ആ ഒരു കസവ് പോർഷൻ മാറ്റിയിട്ട് താഴെ വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി ആയപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയ വൈഡായിട്ടുള്ള കസവും കൂടി ആയപ്പോൾ നല്ല എലഗൻറ്റ് ലുക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഞെറി വിട്ട് എടുത്തതിന് ശേഷം ആ ഒരു കസവും കൂടി നമ്മൾ സെറ്റാക്കി എടുത്തു. എലാസ്റ്റിക്കാണ് വെച്ച് കൊടുത്തത്, കുഞ്ഞുമണിക്ക് ഒരു ഇറിറ്റേഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുപോലെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാവാടയും കൂടി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് മോൾക്ക് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കണ്ടാലോ. എന്തായാലും ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി വലിയതായ പോലത്തെ ഒരു ഫീൽ വന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിനേക്കാൾ മുടിയൊക്കെ വന്നിട്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുടി മുറിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഒരു കളർ കോമ്പിനേഷൻസ് ഇഷ്ടപ്പെട്ടോ, കുഞ്ഞുമണിക്ക് അത് ചേരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ അത്രയും ഇൻട്രസ്റ്റോടെ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.